ഹലോ ഓൾ, ദിസ് ഇസ് സെബിൻ ഹിയർ. ഇതെൻ്റെ മിനോക്സിൽ ഹെയർ ട്രീറ്റ്മെൻറ്റ് ജേർണിയുടെ പാർട്ട് 1 വീഡിയോ ആണ്. അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാൻ മിനോക്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് തന്നെ ഞാൻ നിങ്ങൾക്ക് അടുത്ത് പറഞ്ഞുതരാം എനിക്ക് എങ്ങനെയാണ് ഇത്ര ഹെയർ ഫോൾ ഉണ്ടായെന്നുള്ള കാര്യം. അപ്പോൾ ഒരു 2 വർഷം മുമ്പ് തൊട്ട് എനിക്ക് ഹെയർ ഫോൾ ഉണ്ട്. അപ്പോൾ അന്നൊക്കെ എനിക്ക് അത്യാവശ്യം മുടിയുള്ളതുകൊണ്ട് ഞാൻ അത്ര കാര്യമാക്കി എടുത്തിരുന്നില്ല. അപ്പോൾ ഒരു 2 വർഷമായിട്ട് ഞാനിപ്പോൾ നമ്മൾ ചുമ്മാ ഇങ്ങനെ എടുത്താൽ തന്നെ കയ്യിൽ നല്ല രീതിയിൽ ഹെയർ ഫോൾ ഉണ്ടാവും. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ മുടിയൊക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ കയ്യിൽ നല്ല രീതിക്ക് ഹെയർ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അന്ന് തൊട്ടേ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ഇത്രയും ഞാൻ എൻ്റെ മുടി പോയെന്ന് മനസ്സിലാക്കുന്ന ഒരു 2-3 മാസം മുമ്പാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ഒരു ഫോട്ടോ എടുത്തു. എന്താ പറയുക, റാൻഡംലി നമ്മൾ ഫ്രണ്ട്സ് കൂടി ഇരിക്കുന്ന സമയത്ത് ബാക്ക് സൈഡിൽ നിന്ന് ഫോട്ടോ എടുത്തു. അന്നാണ് ഞാൻ അറിയുന്നത് എൻ്റെ സ്കാൾപ്പ് ഇത്രയും വിസിബിൾ ആയെന്നുള്ള കാര്യം. ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു സ്കാൾപ്പിൻ്റെ അവസ്ഥ. അപ്പം എൻ്റെ ഒരു പഴയ ഫോട്ടോയും എൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു ഫോട്ടോയും കൂടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എത്രത്തോളം എൻ്റെ മുടി പോയിട്ടുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ട്രീറ്റ്മെൻറ്റിനെ പറ്റി നോക്കി, ഹെയർ ട്രാൻസ്പ്ലാന്റ് നോക്കി, അതുപോലെ PRP നോക്കി. അങ്ങനെ ആണ് ഞാനിപ്പോൾ ലാസ്റ്റ് മിനോക്സിൽ വന്നെത്തിയിരിക്കുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റ് ആണെങ്കിലും PRP ആണ് ഒഴിവാക്കിയെന്നുള്ളൊരു റീസൺ ഞാൻ പിന്നീട് വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മാൻമാർട്ടേഴ്സിൽ അവർക്ക് ഞാൻ മെസ്സേജ് അയച്ചു. അപ്പോൾ അവരുടെ ഒരു ഹെയർ ഗ്രോത്ത് എക്സ്പേർട്ടുമായിട്ട് സംസാരിച്ചു. എൻ്റെ ഈ ഒരു ഫോട്ടോസ്, സ്കാൾപ്പിൻ്റെ അവസ്ഥ എന്താണ്, എൻ്റെ ഡെയിലി റുട്ടീൻ എങ്ങനെയാണ്, ഫുഡ് എന്താണ്, അതുപോലെ ഞാൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ, ഏതെങ്കിലും എന്താ പറയുക, നമ്മൾ ക്രിയാറ്റിൻ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ എടുക്കുന്നുണ്ടോ, കാര്യങ്ങൾ ഡീറ്റെയിൽ എല്ലാം അവർക്ക് കൊടുത്തു. അങ്ങനെ അവരെനിക്ക് മെഡിസിൻ്റെ ഏതൊക്കെ മെഡിസിൻസ് യൂസ് ചെയ്യാനുള്ള പ്രിസ്ക്രൈബ് ചെയ്ത് തന്നു. ഒരു ഡയറ്റ് പ്ലാൻ അവർ സെറ്റ് ചെയ്ത് തന്നു. അങ്ങനെ അതിലാണ് ഞാൻ ഇനി ഫോളോ ചെയ്യാൻ പോകുന്നത്. നാളെ മുതൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെൻ്റെ അടുത്ത് ഗ്യാരണ്ടി പറഞ്ഞേക്കുന്നത് 3 to 6 months എനിക്ക് പഴയ പോലെ ഹെയർ ആവും എന്നുള്ളതാണ് അവരെൻ്റെ അടുത്ത് ഉറപ്പ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എൻ്റെ പോലെ തന്നെ ഞാനും ആദ്യം ഒരുപാട് വീഡിയോസൊക്കെ കണ്ടു, മിനോക്സിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യം. സ്റ്റിൽ ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ ലാസ്റ്റ് ഡിസിഷൻ എടുത്തേക്കുന്നത് മിനോക്സിൽ തന്നെയാണ്. അപ്പോൾ എന്താകും എന്നുള്ള കാര്യം നമുക്ക് വഴിയെ കണ്ടറിയാം. അപ്പോൾ നിങ്ങളും എന്നെപ്പോലെ തന്നെ ഹെയർ ഫോളൊക്കെ പ്രശ്നമുള്ളവരാണ്, ഇപ്പോൾ മിനോക്സിൽ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, അപ്പം എടുക്കാൻ പേടിയാണ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിൽ എന്തെങ്കിലും ഒരു ചിന്തയുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എൻ്റെ വീഡിയോസ് കണ്ടു നോക്കുക. ഇനിയുള്ള അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഈ മിനോക്സിലിൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അത് യൂസ് ചെയ്താൽ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടാകുമോ, അത് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമോ, കാര്യങ്ങളൊക്കെ ഇനിയുള്ള വീഡിയോസിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്.